ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് പവർ കൂട്ടാനുള്ള ഒരു മൂന്ന് ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. നല്ല ടെക്നിക്കാണ്, നിങ്ങൾക്ക് ഹോം വർക്കൗട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. ഗായ്സ്, ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്കൂൾ ബാഗൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ ബാഗിനകത്ത് നിങ്ങൾ വെയിറ്റ് ആയിട്ട് ഞാനിപ്പോൾ പുസ്തകമാണ് വെച്ചിരിക്കുന്നത്. പുസ്തകം എല്ലാം നിറച്ച് വെച്ചിട്ട് നല്ല വെയിറ്റ് ആക്കിയിട്ട് നിങ്ങളെ മുതുകിൽ തൂക്കിയിട്ടിട്ട് നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സാധാ പുഷപ്പിൽ വെയിറ്റ് ഇട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ വെയിറ്റ് ഡംബൽസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ 10x3 ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ലാബ് അങ്ങനെ പോലത്തെ എന്തെങ്കിലും വയ്ക്കുക. ഞാനിപ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ കൈ ആദ്യം ഇംഗ്ലീഷ് പുഷപ്സ് എടുക്കാൻ പോലെ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കൈ ഡൗൺ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. സ്ലാബ് തുമ്പത്തെ പിടിക്കാവും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. ദെൻ അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോവുക. ഡൗൺ അപ്പ് അങ്ങനെ ഒരു 10x3 ചെയ്താൽ മതിയാവും. ഗൈസ്, മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ വൺ ഹാൻഡ് പുഷപ്പിന് ബിഗിനേഴ്സിനുള്ളതാണ് കാണിച്ചത്. അതെന്ന് പറയുമ്പോൾ ഒരു കൈ നമ്മൾ ഏതാണ് കൈ അത് വൺ ഹാൻഡ് വയ്ക്കുകയും മറ്റേ കൈ അകലം വിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് അകലം വിട്ട് നമ്മളെ കൈ ഫിംഗറിൽ കുത്തി വയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഫിംഗറിൽ നമ്മുടെ ഫോർ ആംസിൻ്റെ എഫക്റ്റാണ്, അല്ല നമ്മുടെ ഹാൻഡിൻ്റെ ട്രൈസെപ്സ് നമ്മുടെ ആംസ് മൊത്തത്തിൽ എഫക്റ്റ് ആവുന്ന സാധനമാണ് ഈ വൺ ആം സ്റ്റെപ്സ്. അത് നല്ല എഫക്റ്റീവാണ്. അത് പറ്റുന്നവർ 15x3 ചെയ്യുക, അല്ലെങ്കിൽ 10x3 ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.